ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തി കാട്ടാനയെ പിടികൂടി ചികിത്സ കൊടുക്കുന്നതിന് കുങ്കിയാനകളെ അതിരപ്പള്ളിയിൽ എത്തിച്ചു. വിക്രമിന് പുറമെ കോന്നി സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകൾ അതിരപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞു. ചികിത്സയ്ക്കായി കോടനാട് അഭയാരണ്യത്തിലെ ആനക്കൂട് ബലപ്പെടുത്തുന്നതിനുള്ള നടപടിയും തുടങ്ങി. സൂരജ് സജി അതിരപ്പള്ളിയിൽ നിന്ന് തത്സമയം ചേരുന്നു. പറയൂ സൂരജ്. മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ 3 കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നത്. ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് മയക്കുവെടി വെച്ച് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി അഭയാരണ്യത്തിൽ എത്തിച്ച് ചികിത്സ നൽകുക എന്ന ദൗത്യമാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വയനാട്ടിൽ നിന്ന് 3 കുങ്കിയാനകൾ എത്തിച്ചിരിക്കുന്നത്. ഈ കുങ്കിയാനകൾക്കിടയിലെ കേമൻ, കോന്നി സുരേന്ദ്രൻ അടക്കം ഉള്ള ആനകളുണ്ട്, വിക്രമുണ്ട്, കുഞ്ചുണ്ട്. അങ്ങനെ 3 ആനകളുടെ നേതൃത്വത്തിലായിരിക്കും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക. ഡോക്ടർ അരുൺ സക്രിയ നാളെ അതിരപ്പള്ളിയിലെത്തും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ SKN ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. ബുധനാഴ്ചയോടുകൂടി മാത്രമായിരിക്കും ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. വനംവകുപ്പ് ഔദ്യോഗികമായ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചൊവ്വാഴ്ച ദൗത്യം ആരംഭിക്കാനായിരുന്നു വനംവകുപ്പ് ആലോചിച്ചിരുന്നെങ്കിൽ പോലും അത് ബുധനാഴ്ചത്തെ മാത്രമേ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഈ അഭയാരണ്യത്തിൽ ആനയ്ക്ക് വേണ്ടിയുള്ള കൂട് അത് ബലപ്പെടുത്തുന്നുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ആ നിർമ്മാണ പ്രവൃത്തികൾ നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ പൂർത്തിയാകുകയുള്ളൂ എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദൗത്യം ആരംഭിക്കാനുള്ള പദ്ധതിയാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും 3 കുങ്കിയാനകളെ അതിരപ്പള്ളിയിൽ എത്തിച്ചിരിക്കുന്നു. ഇനിയും അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ഡോക്ടർമാരുടെ സംഘവും വിദഗ്ധ സംഘവും നാളത്തോടു കൂടി അതിരപ്പള്ളിയിലേക്ക് എത്തും. SK